ഞാൻ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ് ഇപ്പോൾ. അതിനുശേഷം സാറിന്റെ ഫേസ്ബുക്കിൽ ആ ഒരു ആഡ്, ആ ഒരു മാഡം, വയസ്സായിട്ടൊരു മാഡം, മാഗി മാഡം തോന്നുന്നു, അവര് പറയണത് കേട്ടപ്പോ ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. കാരണം വെച്ചാൽ ഏജ് ഒരു ഇതല്ല, ഒരു ബാരിയർ അല്ല ചിത്രം വരെ പഠിക്കാനായിട്ട്. അവര് വരച്ച പടം കണ്ടപ്പോ അയ്യോ, ഇത്രയും പ്രായത്തിൽ അവർ ഇത്രയും നന്നായിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ എന്റെ കഴിവുകള്, എനിക്ക് തിരിച്ചെങ്കിലും കഴിവുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ അത് ഒരിക്കലും അത് ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല, പഠിച്ചിട്ടില്ല, ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പൊ അത് ചെയ്യണമെന്ന്, അപ്പൊ അത് കണ്ടപ്പോ തന്നെ ഞാൻ സാറിന് മെസ്സേജ് അയച്ചു. അതിനുശേഷം ഞാൻ സൂം മീറ്റിംഗിൽ കയറിയപ്പോ ലൈഫ് ടൈം കോഴ്സിനെ കുറിച്ച് അറിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും ആ കമ്മ്യൂണിറ്റിയിൽ തുടർന്നും അംഗമാവണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാനതിൽ ജോയിൻ ചെയ്തു. അങ്ങനെ അപ്പൊ അതിലേതാ കോഴ്സ് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ലൈഫ് ടൈമിൽ ചേരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. സാറ് സിൽവർ മെമ്പർഷിപ്പ് ചെയ്തു. അപ്പോഴാണ് പെൻസിൽ ഡ്രോയിങ് ആണെന്ന് അറിയണത്. ഞാൻ പെൻസിൽ ഡ്രോയിങ് ആണെന്ന് അറിയാൻ ചിലപ്പോൾ ചേരില്ലായിരുന്നു. കാരണം വെച്ചാൽ പെൻസിൽ ഡ്രോയിങ് എനിക്ക് പറ്റാത്ത ഒരു മേഖലയാണെന്ന് ഞാൻ പണ്ടേ വിശ്വസിച്ചിരുന്നു. കാരണം ആരെങ്കിലൊക്കെ എന്നോട് പറയും എന്നാ എന്നെ ഒന്ന് വരച്ചു തരും, എന്നെ ഒന്ന് വരച്ചു തരും നോക്കിയപ്പോൾ പറയോ ആളുകളെ ഞാൻ വരക്കില്ല കേട്ടാ. അപ്പൊ അതെനിക്ക് പറ്റാത്ത മേഖലയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സാറ് എന്നെ അതിലാണ് ചേർത്തിയത്. പക്ഷെ ഞാൻ ആദ്യം തുടങ്ങി ആ കോഴ്സ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി. അപ്പൊ തന്നെ തുടക്കം മുതൽ തന്നെ എനിക്ക് പറ്റും. അങ്ങനെ പെൻസിൽ ഡ്രോയിങ് ചെയ്തു തുടങ്ങി. പതുക്കെ പോർട്രേറ്റിലേക്ക് കടന്നു. പെൻസിൽ ഡ്രോയിങ്ങിന്റെ ആ ഒരു സെഷൻ കഴിഞ്ഞ് പിന്നെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ തീർക്കണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് എനിക്ക്. 2 മണിക്കൂറിനുള്ളിൽ ഒരു കാര്യം തീർക്കണം. പക്ഷെ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത പിന്നെയാണ് അത് സാവധാനം ഓരോ സെഷനായിട്ട് തന്നെ തീർക്കണമെന്ന് പഠിച്ചത്. ഈ കോഴ്സ് വഴിയാണ്. സാറിന്റെ കോഴ്സിലായിരുന്നെങ്കിൽ ഞാൻ ഒന്നും ആവില്ലായിരുന്നു. അപ്പൊ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആ ഫേസ്ബുക്ക് ഗ്രൂപ്പ് വളരെയധികം സപ്പോർട്ടിങ് ആയ ഒരു ഗ്രൂപ്പാണത്. നമ്മള് എത്ര വിഷമിച്ചിട്ട് ഇങ്ങനെ ഇട്ടാലും അയ്യോ അത്ര ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ടാലും കുറെ പേര് പറയും വെരി ഗുഡ്, നന്നായിട്ടുണ്ട്, കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ള, അങ്ങനെ കുറെ സജഷൻസ് വരും. അപ്പൊ തന്നെ നമുക്ക് റിലാക്സിങ് ആവും. ചിലർ അങ്ങനെയല്ല, നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോ ഒരാളുടെ പടം വരച്ചു, അത് ഇട്ട് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്തായാലും ഡിഫറെന്റ് ആയിരിക്കും. എന്നാലും ചെറിയൊരു ചായയൊക്കെ വരും. പക്ഷെ അപ്പൊ പറയും ഒക്കെ ശരിയായില്ല, ആ മൂക്ക് ശരിയായില്ല, കണ്ണ് ശരിയായില്ല, അങ്ങനെ അങ്ങോട്ട് ഒറ്റയടിക്ക് പറയുമ്പോൾ നമ്മുടെ എല്ലാം പോയി. പക്ഷെ ഇവരങ്ങനെയല്ല, ചെറുതായിട്ട് വരുന്നുണ്ട്, നടക്കട്ടെ, ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചാൽ ആവും എന്നുള്ളൊരു ആ ഗ്രൂപ്പ് വളരെയധികം ഇതാണ്. DMMന്റെ ആ 21ാമത്തെ ദിവസത്തെ ഇത് വന്നപ്പോ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടി. എനിക്ക് പറ്റും, റിയലിസ്റ്റിക് ആയിട്ടില്ലെങ്കിലും റിയലിസ്റ്റിക് ആവാൻ എനിക്ക് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. നല്ലൊരു എക്സിബിഷനൊക്കെ കണ്ടക്ട് ചെയ്യണം. അവർക്ക് ഓരോ കഥ പറയുമ്പോഴും ഓരോ പാഠം കൊടുക്കുമ്പോഴും നമ്മള് അതിന്റെ ചിത്രങ്ങളൊക്കെ ഞാൻ ഒരു കഥയുടെ 13 ചിത്രമൊക്കെ വരച്ച് ലാമിനേറ്റ് ചെയ്തൊക്കെ എന്റെ ക്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. എന്റെ ക്ലാസ്സിൽ മൊത്തം ചിത്രങ്ങളെ ആണ്. അപ്പൊ പിള്ളേർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചർക്ക് ഇത് എവിടെ സമയം, ഞങ്ങൾക്കൊന്നും കിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയും. ഞാൻ പറയും നമ്മള് കണ്ടെത്തുന്നതാണ് സമയം. നമുക്ക് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മള് സമയം എന്തായാലും നീക്കി വെക്കണം. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന, ആർട്ടിലൂടെ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ആ ഒരു യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ആയ ക്രിയേറ്റിവിറ്റി വെൽനസ് ഹബിൽ നിന്നും കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയ രശ്മി മാം നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ആദ്യം അറിയേണ്ടത്, ആർട്ടിലോട്ട് എങ്ങനെയാ വരുന്നത്? മുൻപ് വരച്ചിട്ടുണ്ടായിരുന്നോ? വേറെ ഓൺലൈൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ ആർട്ട് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? ആ വിവരങ്ങളൊന്ന് ഷെയർ ചെയ്യാവോ? നമസ്കാരം, എൻ്റെ പേര് രശ്മി ജോഷി. തൃശ്ശൂർ ജില്ലയിലെ വൽപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ് ഇപ്പോൾ. ഞാൻ ചെറുപ്പത്തിലെ വരയ്ക്കുമായിരുന്നു, പക്ഷെ എന്നാൽ ഒന്നും ആയിട്ടില്ല. അതായത് മത്സരങ്ങളിലൊന്നും പോയാലും ഒന്നും ഉണ്ടാവാറില്ല. മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട്, പക്ഷെ സമ്മാനങ്ങളൊന്നും ഇതേവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ സ്കൂൾ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് +2 പോയി. അത് കഴിഞ്ഞ് TTCക്ക് പഠിക്കുമ്പോൾ ഒരുപാട് ചാർട്ടുകളൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വരയ്ക്കുമ്പോൾ എല്ലാവരും നന്നാവാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ കുട്ടികളും വേറെ ആളുകൾക്കും വരച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ വരച്ചു കൊടുക്കും. അങ്ങനെ TTCയിൽ വെച്ചിട്ടാണ് എല്ലാവരും വരയ്ക്കാനൊക്കെ അറിയാമെന്നൊക്കെ എല്ലാവരും പറയണത്. അങ്ങനെ അവിടെ വെച്ചിട്ട് എന്നെ ജില്ലയിലേക്ക് കൊണ്ടുപോയി വാട്ടർ കളർ കോമ്പറ്റീഷന്. അങ്ങനെ ജില്ലയിൽ എനിക്ക് ഫസ്റ്റ് A ഗ്രേഡ് കിട്ടി. ഞാൻ ആ വർഷം സ്റ്റേറ്റിൽ പോയി. അപ്പോഴാണ് വീട്ടിലെ അച്ഛനമ്മയൊക്കെ നീ വരയ്ക്കുമല്ലേ എന്ന് പറയണത്. അപ്പം
അത് ഭയങ്കര ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. അല്ല, ഭയങ്കര ആദ്യത്തെ ഒരു സമ്മാനമായിരുന്നു വരയില്. അപ്പൊ ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി. പക്ഷെ അതിനുശേഷം വിവാഹം കഴിഞ്ഞു, പിന്നെ മകളുണ്ടായി, പിന്നെ അപ്പോഴൊന്നും വരച്ചിട്ടേ ഇല്ല. പക്ഷെ മനസ്സിൽ വരയുണ്ട്. അതിനുശേഷം മോള് സ്കൂളിലൊക്കെ പോയി തുടങ്ങിയ പിന്നെ ഞാൻ അവൾക്കുള്ള പ്രൊജക്റ്റുകളൊക്കെ ഞാൻ വരച്ച് അയച്ചു കൊടുത്തയക്കുമായിരുന്നു. അപ്പൊ ടീച്ചർമാര് ഭയങ്കര ഇഷ്ടം പറയുമായിരുന്നു, നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ എനിക്ക് കൊടുത്തയക്കുമായിരുന്നു വരയ്ക്കാനായിട്ട്. എന്നിട്ട് പിന്നെ എനിക്ക് ജോലി കിട്ടി, മോനുണ്ടായി, പിന്നെ ജോലി കിട്ടി. പിന്നെയും വരയൊക്കെ നിർത്തി. താലൂക്ക് ഓഫീസിൽ ക്ലർക്കായിട്ടാണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്യണത്. ആ ഒരു 6 കൊല്ലത്തോളം ഞാൻ ക്ലർക്ക് തന്നെയായിരുന്നു. ആ ഒരു 6 കൊല്ലത്തോളം ഞാൻ വരച്ചിട്ടേ ഇല്ല. കാരണം ഒട്ടും ടൈം കിട്ടില്ല. ഞാൻ 5 മണി വരെ ഓഫീസുണ്ട്, ശനി ഞായറും. ഞായറടക്കം ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കും. അപ്പൊ അത് കാരണം തീരെ വരച്ചിട്ടില്ല. അതിനുശേഷം 2019 എനിക്ക് ടീച്ചറായിട്ട് കിട്ടി. അങ്ങനെ ടീച്ചറായിട്ട് പോകുന്ന കഴിഞ്ഞപ്പോഴാണ് പിന്നെയും പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. കാരണം കുട്ടികൾക്കാവുമ്പോൾ എന്തായാലും പടം വര ഒരു മസ്റ്റാണ്. നമ്മള് ടീച്ചേഴ്സിന് പടം വരയ്ക്കാൻ അറിയുമെങ്കിൽ അത് വലിയൊരു ബെനിഫിറ്റ് ആണ്. മറ്റു ടീച്ചർമാര് ഇങ്ങനെ വരയ്ക്കാൻ പറ്റാത്തവര് ഇങ്ങനെ വിഷമിങ്ങനെ കാണാറുണ്ട്. അപ്പൊ നമ്മൾ പ്രിന്റൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമവര്. പക്ഷെ എന്നാലും വര ഏറ്റവും സഹായമായത് ആ ജോബ് ചെയ്തപ്പോഴാണ്. അങ്ങനെ വര കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ കൊറോണ വന്നത്. കൊറോണ വന്നപ്പോൾ ഒരുപാട് ടൈം കിട്ടി. അപ്പൊ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ, അന്ന് ഞാൻ വാട്ടർ കളർ മാത്രം ചെയ്തിട്ടുള്ളൂ കേട്ടോ, വേറെ ഒരു മീഡിയ എനിക്ക് അറിയില്ല. അപ്പൊ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഞാൻ അക്രിലിക് നോക്കി ഓരോ പഠിക്കാൻ തുടങ്ങി. യൂട്യൂബ് നോക്കിയിട്ട് ഒരു വാവാർട്ട് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനല്, അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയ ഒരു ചാനലാണ്. അത് അവർ സിമ്പിൾ ആയിട്ടാണ് ചെയ്യണത്. ചെയ്ത് കഴിയുമ്പോഴേക്കും പടായി. പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങനെയൊന്നും ആയില്ലെങ്കിലും കുറച്ചൊക്കെ നന്നാവാൻ തുടങ്ങിയപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി. അങ്ങനെ ഇത്തിരിശ വരച്ചൊക്കെ തുടങ്ങി. പിന്നെ വീട് പോവുമായിരുന്നു. അപ്പൊ പുതിയ വീട് എന്തായാലും പണിയണം. അപ്പൊ അതിലേക്കുള്ള ഇതൊക്കെ ഞാൻ തന്നെ വരയ്ക്കണം എന്നുള്ളൊരു നിർബന്ധത്താല് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ വരച്ചൊക്കെ തുടങ്ങി. ഓരോന്ന് സ്വരുക്കുട്ടി വെക്കാൻ അറിയില്ലേ, അങ്ങനെ സ്വരുക്കുട്ടിയൊക്കെ വെക്കായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ സാറിന്റെ ഒരു ആഡ് കണ്ടത്. അതിനുശേഷം സാറിന്റെ ഫേസ്ബുക്കിൽ ആ ഒരു ആഡ്, ആ ഒരു മാഡം, വയസ്സായിട്ടൊരു മാഡം, മാഗി മാഡം തോന്നുന്നു, അവര് പറയണത് കേട്ടപ്പോ ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. കാരണം വെച്ചാൽ ഏജ് ഒരു ഇതല്ല, ഒരു ബാരിയർ അല്ല ചിത്രം വരെ പഠിക്കാനായിട്ട്. അവര് വരച്ച പടം കണ്ടപ്പോ അയ്യോ, ഇത്രയും പ്രായത്തിൽ അവർ ഇത്രയും നന്നായിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ എന്റെ കഴിവുകള് എനിക്ക് തിരിച്ചെങ്കിലും കഴിവുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ അത് ഒരിക്കലും അത് എന്താ പറയാ, ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല, പഠിച്ചിട്ടില്ല, ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അത് ചെയ്യണമെന്ന്, അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ സാറിന് മെസ്സേജ് അയച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ഇതുവരെ ചെയ്തിട്ടുള്ള വർക്കൊക്കെ ഒന്ന് അയച്ചതായോ, അപ്പോൾ ഏത് കോഴ്സ് വേണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വരച്ചിട്ടുള്ള കഥകളൊക്കെ വേഗം അയച്ചു തന്നു. സാറ് പറഞ്ഞു ബേസിക് അക്രിലിക് കോഴ്സ് ചെയ്താൽ മതി, അതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ ജോയിൻ ചെയ്തു. അതിൽ ജോയിൻ ചെയ്തപ്പോൾ ആകെ 10 ക്ലാസ് 20 ദിവസം കൊണ്ട് തീർന്ന ഒരു കോഴ്സായിരുന്നു. സാറിന്റെ സൂം മീറ്റിംഗ് ഞാൻ ഒരിക്കലും മിസ് ചെയ്യാറില്ല. ഒറ്റ ദിവസം മുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. എല്ലാ സൂം മീറ്റിങ്ങിലും ഞാൻ കയറാറുണ്ട്. അതിനുശേഷം ഞാൻ സൂം മീറ്റിങ്ങിൽ കയറിയപ്പോൾ ലൈഫ് ടൈം കോഴ്സിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ആ കമ്മ്യൂണിറ്റിയിൽ തുടർന്നും അംഗമാവണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാനതിൽ ജോയിൻ ചെയ്തു. അങ്ങനെ അപ്പൊ അതിലേതാ കോഴ്സ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലൈഫ് ടൈമിൽ ചേരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. സാറ് സിൽവർ മെമ്പർഷിപ്പ് ചെയ്തു. അപ്പോഴാണ് പെൻസിൽ ഡ്രോയിങ് ആണെന്ന് അറിയണത്. ഞാൻ പെൻസിൽ ഡ്രോയിങ് ആണെന്ന് അറിയാൻ ചിലപ്പോൾ ചേരില്ലായിരുന്നു. കാരണം വെച്ചാൽ പെൻസിൽ ഡ്രോയിങ് എനിക്ക് പറ്റാത്ത ഒരു മേഖലയാണെന്ന് ഞാൻ പണ്ടേ വിശ്വസിച്ചിരുന്നു. കാരണം ആരെങ്കിലൊക്കെ എന്നോട് പറയും, എന്നാൽ എന്നെ ഒന്ന് വരച്ചു തരും എന്ന് നോക്കിയപ്പോൾ പറയും, ആളുകളെ ഞാൻ വരയ്ക്കില്ല കേട്ടാ. എനിക്ക് കണ്ണും മൂക്കും ചുണ്ടൊന്നും വരയ്ക്കാൻ പറ്റില്ല. ഞാൻ വാട്ടർ കളറിൽ തന്നെ എന്തെങ്കിലും ഒരാളുടെ രൂപം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിക്കുക, അങ്ങനത്തെ ഒക്കെ വരയ്ക്കുള്ളൂ. ഇങ്ങോട്ട് തിരിഞ്ഞിക്കണ വരയ്ക്കില്ല. അങ്ങനെ വേഗമായിട്ടുള്ളൊരു ഇതേ വരയ്ക്കാറുള്ളൂ. അപ്പൊ അതെനിക്ക് പറ്റാത്ത മേഖലയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ സാറ് എന്നെ അതിലാണ് ചേർത്തത്. പക്ഷെ ഞാൻ ആദ്യം തുടങ്ങി ആ കോഴ്സ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി. അപ്പൊ തന്നെ തുടക്കം മുതൽ തന്നെ എനിക്കും പറ്റും, എനിക്കും ഇത് പറ്റും എനിക്ക് മനസ്സിലായി. അങ്ങനെ പെൻസിൽ ഡ്രോയിങ് ചെയ്തു തുടങ്ങി. പതുക്കെ പോർട്രേറ്റിലേക്ക് കടന്നു. പെൻസിൽ ഡ്രോയിങ്ങിന്റെ ആ ഒരു സെഷൻ കഴിഞ്ഞ് എക്സാക്ട് അതൊന്നും ആവണില്ല, എനിക്ക് വരയ്ക്കാൻ പറ്റി. അത് ഭയങ്കര ഒരു CMM ഉണ്ടായില്ലേ, മാരത്തോൺ,
ഡ്രോയിങ് മാസ്റ്റർ മാരത്തോൺ അതിൽ പങ്കെടുക്കാൻ പറ്റി. 21 ദിവസം വിവിധ തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റി. അതില് ലാസ്റ്റ് 24 ദിവസത്തെ ചിത്രം. പിന്നെ എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ തീർക്കണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് എനിക്ക്. 2 മണിക്കൂറിനുള്ളിൽ ഒരു കാര്യം തീർക്കണം. പക്ഷെ ഇത് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത പിന്നെയാണ് അത് സാവധാനം ഓരോ സെഷനായിട്ട് തന്നെ തീർക്കണമെന്ന് പഠിച്ചത് ഈ കോഴ്സ് വഴിയാണ്. സാറിന്റെ കോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നും ആവില്ലായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ആയിന്നല്ല, പക്ഷെ എന്നാലും ഒരു 40% എങ്കിലും എനിക്ക് ആവാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഒരുപാട് ഇതാവാനുണ്ട്, പുരോഗമിക്കാനുണ്ട്. പെർഫെക്റ്റ് ആയിട്ടില്ല, ഫോട്ടോ റിയലിസ്റ്റിക് ഒന്നും ആയിട്ടില്ല. ഞാൻ ഒരു 40% ആയിട്ടുള്ളൂ. എന്നാലും അതിലേക്ക് എത്താൻ സാധിച്ചത് ഈ സാറിന്റെ ഈ കോഴ്സ് തന്നെയാണ്. അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്. ചിത്രങ്ങൾ ഇനിയും വരയ്ക്കും. പിന്നെ സാറിന്റെ ഇതിൽ നിന്നാണ്, മോട്ടിവേഷൻ ക്ലാസ്സിൽ നിന്നാണ് ഞാൻ എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം ഞാൻ ഈ ഡ്രോയിങ്ങിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. എന്തായാലും അരമണിക്കൂർ, മിനിമം അരമണിക്കൂറെങ്കിലും ഞാൻ എല്ലാ ദിവസവും മാറ്റി വെക്കുന്നുണ്ട്. എനിക്ക് പണിയുണ്ട്, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പണിയുണ്ട്. പിന്നെ മോൻ ഓട്ടിസ്റ്റിക് ആണ്, അപ്പൊ അവനെ നോക്കാൻ കുറച്ച് നേരം എന്തായാലും വേണം. ഞാൻ അമ്മ, വയസ്സായ ഒരു അമ്മയുണ്ട്, പിന്നെ ഹസ്ബൻഡും മോളും ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഒരു അരമണിക്കൂർ ഞാൻ എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കും. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഇത്തിരി നേരം മാറ്റി വെക്കണം എന്നുള്ളത് പഠിച്ചത് സാറിന്റെ ക്ലാസ്സിലൂടെയാണ്. അപ്പൊ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇത്തിരി വലുതായി പോയാ, ആയി പോയാ. നമ്മുടെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യണക്ക് മുമ്പേ തന്നെ യൂട്യൂബ് ഒക്കെ കണ്ട് വരച്ചു പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടായിരുന്നു? എന്തൊക്കെ പ്രശ്നങ്ങളാ തോന്നിയിരുന്നത്? അത് ചില കാര്യങ്ങളൊന്നും മുഴുവനായിട്ട് മനസ്സിലാവില്ല. ഏത് കളറാണ് എടുത്തത് ഒന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. ഏതോ ഒരു കളർ ഇങ്ങനെ അടിക്കുമ്പോഴേക്കും അതായി, പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ആ കളർ കിട്ടില്ല. അപ്പൊ നമുക്ക് സംശയം ചോദിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെയാണ്. ജസ്റ്റ് ഇങ്ങനെ കാണുക, അത് നോക്കി ഇങ്ങനെ കോപ്പി ചെയ്യാത്രേ ഉള്ളൂ. പക്ഷെ കാര്യങ്ങളൊന്നും മുഴുവനായിട്ട് മനസ്സിലാവില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ലൈഫ് ടൈം ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു 3 കാര്യം, ഇപ്പൊ നമുക്ക് വീക്കിലി മീറ്റിംഗ് ഉണ്ട്, റെക്കോർഡർ കോഴ്സ് ഉണ്ട്, ഡ്രോയിങ് മാസ്റ്ററി മാരത്തോൺ ചലഞ്ച് ഉണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ഒരുപാട് സിസ്റ്റം ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അതിൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് തോന്നി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 3 കാര്യം പറഞ്ഞാൽ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ആ ഫേസ്ബുക്ക് ഗ്രൂപ്പ് വളരെയധികം സപ്പോർട്ടിങ് ആയ ഒരു ഗ്രൂപ്പാണത്. നമ്മൾ എത്ര വിഷമിച്ചിട്ട് ഇങ്ങനെ ഇട്ടാലും, അയ്യോ അത്ര ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ടാലും കുറെ പേര് പറയും വെരി ഗുഡ്, നന്നായിട്ടുണ്ട്, കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ള, അങ്ങനെ കുറെ സജഷൻസ് വരും. അപ്പൊ തന്നെ നമുക്ക് റിലാക്സിങ് ആവും. ചിലർ അങ്ങനെയല്ല, നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോ നമ്മളൊരു ഒരാളുടെ പടം വരച്ചു, അത് ഇട്ട് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്തായാലും ഡിഫറെന്റ് ആയിരിക്കും. എന്നാലും ചെറിയൊരു ചായയൊക്കെ വരും. പക്ഷെ അപ്പൊ പറയും ഒട്ടും ശരിയായില്ല, ആ മൂക്ക് ശരിയായില്ല, കണ്ണ് ശരിയായില്ല, അങ്ങനെ അങ്ങോട്ട് ഒറ്റയടിക്ക് പറയുമ്പോൾ നമ്മുടെ എല്ലാം പോയി. പക്ഷെ ഇവരങ്ങനെയല്ല, ചെറുതായിട്ട് വരുന്നുണ്ട്, നടക്കട്ടെ, ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചാൽ ആവും എന്നുള്ളൊരു ആ ഗ്രൂപ്പ് വളരെയധികം ഇതാണ്. പിന്നെ സാറിന്റെ ഓരോ ക്ലാസ്സുകൾ ഭയങ്കര എന്താ പറയാ, ബയോളജിക്കലും എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ചുണ്ട്, പല്ല്, അല്ല ഇതൊക്കെ സാറ് പറയണത് ബയോളജിക്കൽ ടേംസ് വെച്ചിട്ടും കൂടെയാണ് സാർ അത്രയും എന്താ പറയാ പഠിച്ച്. ശരിക്കും അനാറ്റമി അതന്നെ വേർഡ്. അപ്പൊ അതിന്റെ അനാറ്റമി അടക്കം പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ വരെയാണ് എത്തി നിൽക്കണം കേട്ടോ. പോർട്രേറ്റില് ഇപ്പൊ മൂക്ക്, ചുണ്ട്, അവിടെ വരെയാണ് എത്തി നിൽക്കണത്. അപ്പൊ അതില് അത്രയധികം സാറ് പഠിച്ചിട്ടാണ് എടുക്കണേ. അത് കാരണം A to Z, അതായത് ഒന്നും പഠിക്കാത്തവർക്ക് അടക്കം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ആണ്. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തത് മീറ്റിംഗ് തന്നെ, സൂം മീറ്റിംഗ്. അത് സാറിന്റെ നമ്മള് കോൺഫിഡൻസ് കുറഞ്ഞു വന്നാൽ സാറിന്റെ മീറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് തിങ്കളാഴ്ച വീണ്ടും എന്തെങ്കിലുമൊക്കെ വരയ്ക്കും തീർച്ചയായും. ഈ ഇത്രയും പറഞ്ഞ ഫാക്ടേഴ്സിന്റെ അകത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഡ്രോയിങ്ങിൽ കോൺഫിഡൻസ് ഇല്ലാതെയാണ് നമ്മുടെ ക്ലാസ്സിലോട്ട് വന്നത്, അല്ലെങ്കിൽ ഡ്രോയിങ് പഠിക്കണമെന്ന് പോലും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സ്റ്റേജിലാണ് വന്നേ. എപ്പോഴാണ് എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് വന്നു, ഞാൻ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് എന്ന തോന്നൽ ഏത് സിറ്റുവേഷനിലാണ് വന്നേ? ഏത് കോഴ്സ് പഠിക്കുമ്പോഴായിരുന്നു, ഏത് മൊമെന്റിലായിരുന്നു? DMMന്റെ ആ 21ാമത്തെ ദിവസത്തെ ഇത് വന്നപ്പോ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടി. എനിക്ക് പറ്റും, റിയലിസ്റ്റിക് ആയിട്ടില്ലെങ്കിലും റിയലിസ്റ്റിക് ആവാൻ എനിക്ക് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. ഞാൻ എന്തായാലും വരച്ച ചിത്രങ്ങളൊക്കെ നോക്കട്ടോ. സ്കൂളിൽ എന്ത് സബ്ജക്ട് പഠിപ്പിക്കുന്നത്? ഞാൻ LPS ആണ്. അപ്പൊ 1ാം ക്ലാസ് തുടങ്ങി 4ാം ക്ലാസ് വരെയുള്ള എല്ലാ സബ്ജക്റ്റും ഉണ്ട്. ഡ്രോയിങ് എങ്ങനെയാ, ഡ്രോയിങ് പഠിച്ചത് എങ്ങനെയാ, ക്ലാസ്സിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? 1ാം ക്ലാസ്സിലാണ് എനിക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അവർക്ക് ഓരോ കഥ പറയുമ്പോഴും ഓരോ പാഠം കൊടുക്കുമ്പോഴും നമ്മൾ അതിന്റെ ചിത്രങ്ങളൊക്കെ ഞാൻ ഒരു കഥയുടെ 13 ചിത്രമൊക്കെ വരച്ച് ലാമിനേറ്റ് ചെയ്തൊക്കെ എന്റെ ക്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. എന്റെ ക്ലാസ്സിൽ മൊത്തം
ചിത്രങ്ങളെ ആണ്. ഉം. അപ്പോൾ പിള്ളേർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏത് സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളുടെ ആവശ്യം വരുന്നത്? മലയാളം ഇംഗ്ലീഷും വരും, രണ്ടും വരും. ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോഴാണ് കൂടുതൽ. പഠിക്കുമ്പോഴാണ് കൂടുതൽ വരും. യെസ്, ഞാൻ ഫേസ്ബുക്കിൽ വരച്ച ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കാട്ടോ. ഞാൻ താഴത്തോട്ട് പോയിട്ട് ആദ്യം മുതലുള്ള നോക്കേ. ആ ആ ഇത് സാറിന്റെ അക്രിലിക് പഠിച്ചപ്പോ പൂച്ചനെ വരച്ചേട്ടാ, ബേസിക് അക്രിലിക് കോഴ്സിൽ. അത് മകനെ വരച്ചതാണ്, ശരിയായിട്ടില്ല. മോന്റെ പേരെന്താ? കിരൺ. ഈ മാസം 31 അത് ഞങ്ങളുടെ അച്ഛനൊരു ഇത് കൊടുത്തിരുന്നു, ഗിഫ്റ്റ് കൊടുത്തല്ലേ? ഗിഫ്റ്റ് കൊടുത്തിരുന്നു. HM എന്താന്ന് മനസ്സിലായില്ലേ? മനസ്സിലായില്ല, ഞാനത് പൊതിഞ്ഞിട്ടാ കൊടുത്തത്. അതുപോലെ കറക്റ്റ് ശരിയായില്ലെങ്കിലും അവർക്ക് വേണ്ടി ഇത്ര സമയം ചെലവഴിച്ചല്ലോ, അതിലാണ് അവരുടെ സന്തോഷം. നന്നായിട്ടുണ്ടല്ലോ. ഈ ലെവലിലെത്തിയ സമയത്ത് ഏകദേശം കറക്റ്റായി വരുന്നുണ്ട്. ഡ്രോയിങ് മാസ്റ്ററി മാരത്തോൺ വന്ന സമയത്തെ എന്തുകൊണ്ടാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ തോന്നിയത്? എന്തായിരുന്നു വ്യത്യാസം തോന്നിയത്? അത് എല്ലാ ദിവസവും പറയണ ഇത് ചെയ്യാന്ന് പറയുമ്പോ അത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യല്ലേ. അപ്പൊ അത് ശരിക്കും A to Z പെൻസിൽ ഡ്രോയിങ് നമ്മൾ ചെയ്യുമ്പോ അതിനേക്കാളും സാറും കൂടെ പറയുമ്പോ ഒന്നും കൂടെ ചാപ്റ്റർ എടുത്ത് പിന്നെയും കാണണം. അപ്പൊ നമ്മൾ ശരിക്കും അത് തറവായിട്ട് പഠിച്ച പോലെ ഒരു ഫീൽ ആയിരുന്നു. നിന്നിട്ടത് ഇത് ചായ ഒന്നില്ല, എന്നാലും ഒരു ഇത് എന്താണ് ഗ്രിഡ് ഒന്നും ഇട്ടില്ല, ഹാൻഡ് വരച്ചാണല്ലേ? ഹാൻഡ് വരച്ചാണ്. നന്നായിട്ടുണ്ട്. ചെറിയ മൈന്യൂട്ട് ഡിഫറൻസേ ഉള്ളൂ, എന്നാലും ഓൾമോസ്റ്റ് ഫേസ് കട്ട് കറക്റ്റ് വന്നിട്ടുണ്ട്. ചെറിയ പൊസിഷൻ കുഞ്ഞ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ റേഞ്ചിൽ നിന്ന് പെൻസിൽ ഡ്രോയിങ് ഈ റേഞ്ചിൽ നിന്ന് പതിയെ ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും മുന്നോട്ട് പോവാ. ടൂൾസ് എന്തൊക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നിലവിൽ? എന്ത് പേപ്പർ, എന്ത് പെൻസിലാണ് യൂസ് ചെയ്യുന്നത്? ബ്രസ്റ്റോന്റെ ഒരു 12 10B വരെയുള്ള അതുണ്ട്. പിന്നെ മറ്റേ മെക്കാനിക്കൽ ഇറേസർ, പിന്നെ മറ്റേ സ്മഡ്ജിങ് ടൂള്, അതൊക്കെയാണ് യൂസ് ചെയ്യണം. കോഴ്സ് എവിടെ വരെ എത്തി? കോഴ്സ് പോർട്രേറ്റ് ഡ്രോയിങ്, മറ്റേ മൂക്ക് അതില്ലേ ചുണ്ട്, അവിടെ വരെ എത്തിയിട്ടുണ്ട്. സ്കെച്ചിങ് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാം. അതിൽ മെഷർമെന്റ് കറക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടോ? അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അത്? മെഷർമെന്റ് ഈ ഇതല്ലേ ഗ്രിഡ് അല്ലാണ്ട് ഗുഡ് ബൈ ടു ഗ്രിഡ്, അതാണ്? അല്ലല്ല, അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സിന്റെ അകത്ത് അത് അറ്റൻഡ് ചെയ്തിരുന്ന കോഴ്സ്. അതില് മെഷർമെന്റ് കറക്ഷനാണ്. അതെ അതെ, കുറെ ലൈനൊക്കെ വരച്ച് ലൈനിന്റെ അളവുകൾ നമുക്ക് ഒരു പെൺകുട്ടിയുടെ അങ്ങനെ വരച്ചിട്ടുണ്ട് ഞാൻ, ഒരു മംഗോളിയൻ അല്ല മറ്റേ. അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു. നമുക്ക് ചെറിയ മെഷർമെന്റുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് കഴിയുമ്പോഴേക്കും കുറെ കൂടി നമുക്ക് മാറ്റങ്ങൾ വരും. പിന്നെ നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഏതാ ഇഷ്ടം? പെയിന്റിംഗ് ആണോ പെൻസിൽ ഡ്രോയിങ് ആണോ ഇഷ്ടം? ഇപ്പൊ എനിക്ക് പെൻസിൽ ഡ്രോയിങ്ങിലും എന്തെങ്കിലുമൊക്കെ ആവണമെന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ ബേസിക് അക്രിലിക് കോഴ്സിന് ചേരും, എന്തായാലും പെയിന്റിംഗ് കോഴ്സിന് എന്തായാലും ചേരും. കാരണം അത് നമ്മുടെ ഇതിലുണ്ട്. ഇപ്പൊ കുറെ നാളായിട്ട് പെയിന്റിങ് എടുക്കലില്ല. ലാസ്റ്റ് കൃഷ്ണനെ മാത്രമാണ് ഇപ്പൊ അക്രിലിക് വരച്ചേക്കുന്നത്. അപ്പൊ അതും പഠിക്കണം. ഇപ്പൊ പെൻസിൽ ഡ്രോയിങ് നല്ലോണം ഇമ്പ്രൂവ് ആവണം എന്നുള്ള, റിയലിസ്റ്റിക് ആവണം എന്നുള്ളത്. ഡ്രോയിങ്ങില് എന്ത് സബ്ജക്ട് വരയ്ക്കാനാണ് ഇഷ്ടം? ഞാൻ ലാൻഡ്സ്കേപ്പ്, ഏതില് പെയിന്റിങ്ങില് ഡ്രോയിങ്ങില് ഏത് സബ്ജക്ട് വരയ്ക്കാനാണ് ഇഷ്ടം? ഞാന് പൊതുവെ ലാൻഡ്സ്കേപ്പ് മാത്രമാണ് വരച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് പോർട്രേറ്റും വരയ്ക്കണം എന്ന് ഉണ്ട്, ആഗ്രഹം.
പോർട്രേറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു പതിയെ പതിയെ ഓരോ ലെവൽ കഴിയുമ്പോഴും കറക്റ്റായി വരുന്നുണ്ട്. പിന്നെ അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് മാക്സിമം ഫോക്കസ് ചെയ്ത് അറ്റൻഡ് ചെയ്യുക. അത് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറെ കൂടി മൈന്യൂട്ട് ആയിട്ടുള്ള ആ, ചെറിയ ചെറിയ കറക്ഷൻസ് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഇപ്പൊ നിലവിലുള്ളൂ. അത് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിൽ ഷെയ്ഡിങ്ങിൽ ഫോക്കസ് ചെയ്യാം. അത് കറക്റ്റ് ചെയ്ത് നമുക്ക് ഔട്ട്ലൈൻ പെർഫെക്റ്റ് ആയിട്ട് ഒരു പോർട്രേറ്റ് വരയ്ക്കാൻ പറ്റും. പിന്നെ ഷെയ്ഡിങ് ടൈം എടുത്ത് ചെയ്യുക ഓരോ ഷെയ്ഡും. അത് ശരിക്കും ഒബ്സർവേഷൻ സ്കില്ലിൽ ഇപ്പോൾ ഓൾറെഡി ഷെയ്ഡിങ് ചെയ്യാൻ അറിയാം. ഒബ്സർവേഷൻ സ്കില്ലിൽ വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുറെ നമ്മൾ കണ്ണിൽ ആദ്യം നോക്കുമ്പോൾ കാണാത്ത ഷെയ്ഡൊക്കെ പിന്നെ പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ അടുത്ത് എന്ത് ഡൗട്ടുകളാണ് ചോദിക്കാനുള്ളത്? ഞാൻ ചാർക്കോൾ ഡ്രോയിങ് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ അത് ചെയ്യുമ്പോ എന്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം? ചാർക്കോൾ വാങ്ങിച്ചിട്ടുണ്ടോ? മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടോ? ഞാനൊരു കണ്ടൻസ് എന്താണ് ഒരു സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ ചാർക്കോൾ പെൻസിൽ രണ്ട് മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട്. ചാർക്കോൾ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ വരച്ച ചിത്രമില്ലേ, ഇത് നമുക്ക് ചാർക്കോൾ ഉപയോഗിച്ച് ചെയ്യാം. ചാർക്കോൾ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ചാർക്കോൾ ഉപയോഗിക്കണം പറഞ്ഞത് കുറച്ച് ഭാഗത്ത് ചാർക്കോളും കുറച്ച് ഭാഗത്ത് ഗ്രാഫൈറ്റ് സാധാ പെൻസിൽ യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി സേഫ് സോൺ ആയിട്ട്. അപ്പൊ ഇത് ചാർക്കോളും ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് നോക്കാം. ഏറ്റവും ബ്ലാക്ക് പോലെ തോന്നുന്ന ഏരിയാസ് ഇപ്പൊ നോക്കി, കണ്ണിന്റെ ഈ ഒരു ഭാഗത്ത്, ഈ റൗണ്ടിന്റെ ചുറ്റും, ഐലാഷസ്, ഈ ഒരു ലൈൻ, ഐബ്രോസിന്റെ ഫുൾ ബ്ലാക്ക് അല്ല, ഇവിടെയൊക്കെ ഗ്രേയാ, പക്ഷെ ഈ ഒരു ഭാഗത്ത് ബ്ലാക്കാ. ഹെയറിന്റെ ഈ ഒരു ഭാഗത്ത് ബ്ലാക്കാ, ഇവിടെ ഗ്രേയാ. അപ്പോൾ പെർഫെക്റ്റ് ബ്ലാക്ക് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരെ തിരിച്ച് ചെയ്യുക. അപ്പോൾ ഡാർക്ക് ആദ്യം ചെയ്യുക. ഇപ്പൊ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും മിക്കവാറും. ചിലപ്പോൾ ആദ്യം ലൈറ്റ് ടോൺ ആയിരിക്കും ആദ്യം ചെയ്യുന്നുണ്ടായിരിക്കാം. ചാർക്കോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് ചെയ്യാം. ഏറ്റവും ഡാർക്കായിട്ടുള്ള ഭാഗങ്ങൾ ചാർക്കോൾ വെച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചാർക്കോൾ വെച്ച് അപ്ലൈ ചെയ്യും, ഇതൊക്കെ അപ്ലൈ ചെയ്യും. എന്നിട്ട് സാധാ പെൻസിൽ ഉപയോഗിച്ച് നോർമൽ പോലെ തന്നെ ഷെയ്ഡ് ചെയ്യാം. അപ്പം എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ഇവിടെ ഇത് നമ്മൾ ഗ്രാഫൈറ്റ് പെൻസിൽ യൂസ് ചെയ്തിരിക്കുന്നു, പക്ഷെ അവിടെ ഒരു ഗ്ലേസിങ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഗ്രേ ടോൺ ആയിട്ടേ കിട്ടിയിട്ടുള്ളൂ. ഗ്രാഫൈറ്റ് പെൻസിലിൽ ലിമിറ്റേഷൻ ഉണ്ട്. ആ ഒരു ഗ്രേ ടോൺ ആണ്, എത്ര ശ്രമിച്ചാലും ഒരു ഗ്രേ ടോൺ കിട്ടുള്ളൂ. പക്ഷെ അത് ചാർക്കോൾ ആക്കി മാറ്റുകയാണെങ്കിൽ കറക്റ്റ് ഇതേ ഡെപ്തിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നെക്സ്റ്റ് അങ്ങനെ മിക്സ് ആക്കി അടുത്തൊരു പോർട്രേറ്റ് ചെയ്യുമ്പോൾ ചാർക്കോളും യൂസ് ചെയ്യാം, ഗ്രാഫൈറ്റും യൂസ് ചെയ്യാം. ഏറ്റവും ഡെപ്ത് ഉള്ള ബ്ലാക്ക് വരുന്ന ഭാഗങ്ങളിൽ മാത്രം ചാർക്കോൾ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വെരി നെക്സ്റ്റ് ആർട്ട് വർക്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. എന്നിട്ട് പതിയെ മറ്റേത് ബ്ലെൻഡ് ആവില്ലല്ലോ. ഗ്രാഫൈറ്റ് പെൻസിൽ അപ്ലൈ ചെയ്ത ലെയറിന്റെ മുകളിൽ ചാർക്കോൾ പിടിക്കില്ല. അപ്പോൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നേരെ ഡയറക്ട്ലി പേപ്പറിലോട്ട് തന്നെ അപ്ലൈ ചെയ്യാം. അതാ പറഞ്ഞത്, ഏറ്റവും ഡെപ്ത് ഉള്ള ഭാഗങ്ങൾ ആദ്യമേ തന്നെ ചാർക്കോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല. അങ്ങനെ ചെയ്താൽ മതി. ആർട്ടിൽ അടുത്തൊരു 1 ഇയർ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? അതെന്ന് പറഞ്ഞാല് നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കണം, നല്ലൊരു എക്സിബിഷനൊക്കെ കണ്ടക്ട് ചെയ്യണം. ആർട്ട് ടീച്ചറാവാൻ ഇപ്പൊ നമ്മൾ എന്തായാലും ഓൾറെഡി ഒരു ടീച്ചറാണല്ലോ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് അയച്ചു കൊടുത്താൽ അവർക്ക് ഇഷ്ടമാണ്. അവര് കാണാൻ വരും. എന്റെ മൊബൈലില് ചിത്രം വരച്ചൊക്കെ കാണാൻ ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ അവർ കാണേ. അപ്പൊ അവര് ചോദിക്കും, ടീച്ചർ ഇന്നലെ എന്തൊരു പടം വരച്ചെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവർക്ക് വേണ്ടി അങ്ങനെ ചെറിയ ചെറിയ ഇത് ചെയ്യാനും എനിക്കിഷ്ടമാണ്. ഓൾറെഡി ആർട്ട് ടീച്ചർ ഉണ്ടോ സ്കൂളിൽ? ഇല്ല, ആർട്ട് ടീച്ചർ എന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റ് മാത്രമേ ഉള്ളൂ, ഡ്രോയിങ് ഇല്ല. അവിടെ ഉപജില്ലയിലേക്കൊക്കെ പോകണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പ്രാക്ടീസ് കൊടുക്കാറുണ്ട്. ഒരു ചിത്രം വരയ്ക്കാനായിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട് ഒരു പോർട്രേറ്റ് വരയ്ക്കാൻ? പോർട്രേറ്റ് ഇപ്പൊ ഇന്നലെ നസ്രിയാന വരച്ചത് ഇന്നലെ തൊട്ട് തുടങ്ങി ഒരു 2 മണിക്കൂർ, പിന്നെ ഇന്നൊരു ഇത്തിരി നേരം. അങ്ങനെ കുഴപ്പമില്ല, ഇതേ സ്പീഡിൽ തന്നെ പോയാൽ മതി. സ്പീഡ് കുഴപ്പമില്ല. ഇതേ സ്പീഡിൽ തന്നെ ചാർക്കോളും കൂടി മിക്സ് ചെയ്ത് വരച്ചു നോക്കുക. നെക്സ്റ്റ് ഒരു 3-4 വർക്ക് അങ്ങനെ വരച്ചു നോക്കുക. എന്നിട്ട് അതൊന്ന് സക്സസ് ആയി കഴിയുമ്പോഴേക്കും പിന്നെ കോഴ്സ് കംപ്ലീഷനിൽ ഫോക്കസ് ചെയ്യുക. അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് കംപ്ലീഷനിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പൊ ഐഫോണിൽ കിട്ടി തുടങ്ങിയപ്പോ എനിക്ക് സന്തോഷമായി. കാരണം അല്ലെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് ഓൺ ചെയ്തിട്ടൊക്കെ ഇത് കാണാൻ പറ്റുള്ളൂ. ഇതാവുമ്പോ എപ്പോഴാണെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫോണിൽ കാണാലോ. അപ്പൊ ഇപ്പൊ അത് കാരണം എപ്പോഴും കാണുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചാളിങ്ങനെ മടിയാണ് തുറന്ന് ഇരിക്കണ്ടേ എന്നുള്ള. പുതിയ ഡ്രോയിങ് മാസ്റ്റർ മാരത്തോണിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ മുന്നോട്ട് പോവുക. കുറച്ചും കൂടി കഴിയുമ്പോൾ, കുറച്ചും കൂടി ഡ്രോയിങ്സ് ഒരു 5-10 എണ്ണം ഇതേപോലെ വരച്ച് കഴിയുമ്പോൾ പിന്നെ കൂടുതൽ ടൈം എടുക്കുക. ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കാൻ, ഒരു പോർട്രേറ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് 3-4-5 ദിവസം എടുക്കുക. അപ്പൊ റിസൾട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരും. അതുവരെ ഔട്ട്ലൈൻ ഷേപ്പ് കറക്റ്റ് ചെയ്യാൻ ഫോക്കസ് ചെയ്താൽ മതി.
സാറിന്റെ ആ ഒരു ചിത്രത്തിന് സാർ ഇത്ര നാള് എടുക്കണ കാണുമ്പോ എനിക്ക് അയ്യോ ഇവരൊക്കെ എത്ര ദിവസം എടുത്തിട്ടുള്ളത് ശരിക്കും അത് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കണം. ഞാൻ എന്തിനാണ് ഇത്ര സ്പീഡില് എന്തിനാണ് അങ്ങനെയാന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. സാറൊക്കെ എന്ത് അത് ഭംഗിയാണ്. അത് അതെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കുറേ ക്വാണ്ടിറ്റി വരയ്ക്കേണ്ടി വരും പ്രാക്ടീസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. വൺസ് നമ്മൾ പ്രാക്ടീസ് ഇമ്പ്രൂവ് ചെയ്ത് ഷേപ്പുകൾ കറക്റ്റാക്കി ഷെയ്ഡ് കറക്റ്റാക്കി നമ്മൾ ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരുപാട് ടൈം എടുത്ത് ഒരു ആർട്ട് വർക്ക് ചെയ്യാന്നുള്ളതിലായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ വേറെ കുറേ ലേണിംഗ് അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ സ്പീഡിൽ ചെയ്യുന്ന പോലെയല്ല. അപ്പം ഇത് ചെയ്യുമ്പോഴും എനിക്ക് ഒരുപാട് ലേണിംഗ് അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോഴും ഇത് ഞാൻ ഒരാഴ്ചയും കൂടി ഇനി അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചത് എൻ്റെ വൈഫിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ കാണാത്ത പെർസ്പെക്റ്റീവിൽ അവർ കുറേ ഇൻപുട്ടുകൾ തരും. അപ്പോൾ നമ്മൾ വാലിഡേറ്റ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. യെസ്, ഞാൻ അയച്ചിട്ടുണ്ട്. വൈൻഡപ്പ് കൊണ്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. നമ്മുടെ ക്ലാസ് ഞാനിപ്പോൾ ഇങ്ങനത്തെ 1-to-1 ചെയ്യുന്ന സമയത്ത് ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കും. ശരിക്കും ഇതുപോലെ ആർട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ള ടീച്ചേഴ്സിന്റെ അടുത്ത് എന്താ പറയാനുള്ളത്? നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് പഠിക്കാൻ ടൈം കിട്ടുന്നുണ്ടോ? അതാണ് മെയിനായിട്ട് അവര് ചോദിക്കുക, ടീച്ചർക്ക് ഇത് എവിടെ സമയം, ഞങ്ങൾക്കൊന്നും കിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയും. ഞാൻ പറയും നമ്മള് കണ്ടെത്തുന്നതാണ് സമയം. അതായത് നമുക്ക് സമയമില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് സമയമില്ല. അപ്പൊ നമുക്ക് വേണ്ടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മള് ഒരു സമയം എന്തായാലും നീക്കി വെക്കണം എന്ന് പറയും. എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാൻ സാറിന്റെ കാര്യം ഞാൻ എപ്പോഴും എല്ലാവരും സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ചെറിയ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഞാൻ കിഡ്സിന്റെ ഇതുണ്ട്, അത് ജോയിൻ ചെയ്തോളാൻ പറയാറുണ്ട്. കണ്ടിന്യൂ ചെയ്തോ. ഓൾ ദി ബെസ്റ്റ്. Thank you.